ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ടു ആൾ ഓഫ് യു. അപ്പോൾ അതിന് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ അതിന് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി മുറിച്ച ചെറി, പിന്നെ നമ്മുടെ കറുത്ത മുന്തിരി, ഉണക്കമുന്തിരി, ഗോൾഡൻ കളറിലുള്ള ഉണക്കമുന്തിരി, കാഷ്യൂനട്ട്, പിന്നെ ആൽമണ്ട്സ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി 2-3 കളറിലുള്ളത് എല്ലാം കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരക്കപ്പ് ഓറഞ്ച് ജ്യൂസാണ്, ഞാൻ ഫ്രഷ് ജ്യൂസാണ് എടുത്തത്, അതായത് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തത്. ഇത് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഞാൻ 4 മണിക്കൂർ വെച്ചു. പിന്നെ ഒരു പാനിലേക്ക് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നന്നായി അത് ഉരുക്കിയിട്ട്, വെള്ളമൊന്നും തന്നെ ചേർക്കാൻ പാടില്ല. അതിൽ നന്നായി ഉരുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് നല്ല ചൂടുള്ള തിളച്ച വെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ കാരമലൈസ്ഡ് സിറപ്പ് റെഡിയാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഓളിനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചേർക്കാനായിട്ട്, മേത്തൊന്നും തെറിക്കാതെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലും 1/4 കപ്പ് എണ്ണയും ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഫ്ലേവറൊന്നും ഇല്ലാത്ത എണ്ണ വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കത്. അതിനുശേഷം നമുക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 4 മണിക്കൂർ ഇത് കുതിർത്ത് വെച്ചു. അപ്പോൾ എത്ര നേരം കുതിർത്ത് വെക്കുന്നു അതിനനുസരിച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ റമ്മോ അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ടാണ് ഓറഞ്ച് ജ്യൂസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 1 കപ്പ് മൈദാമാവും 1/4 കപ്പ് പാൽപ്പൊടിയും, പിന്നെ ഗ്രാമ്പുവും ഏലക്കയും പട്ടയും നട്ട്മെഗ് ജാതിക്കയും കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണല്ല, അപ്പോൾ ഒരു 1/8 ടീസ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ അത് ചേർത്തിട്ട് 1/8 ടീസ്പൂൺ വനില എസൻസും ചേർത്തിട്ട്, പിന്നെ അതിലേക്ക് നമുക്ക് ഈ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല പൊട്ടലോ വെള്ളമോ ഒന്നുമില്ലാത്ത നല്ല കേക്ക്, സോഫ്റ്റായിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതും കൂടെ നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, നമുക്ക് 1/4 കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ 1/4 കപ്പ് ശർക്കര പൊടിയാണ് ചേർത്തത്. അതും ചേർത്തതിന് ശേഷം ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ 1/8 ടീസ്പൂൺ. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓവനൊന്നും ഉപയോഗിക്കാതെ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വെച്ചിട്ടാണ് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കേക്ക് ടിൻ ഇതുപോലെ ബട്ടർ ഉപയോഗിച്ച് നല്ലപോലെ ഗ്രീസ് ചെയ്തിട്ട്, നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നല്ലപോലെ നല്ല ഷേപ്പുള്ള കേക്ക് നമുക്ക് പൊട്ടാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മൈദ അതിലേക്ക് ഡസ്റ്റ് ചെയ്തിട്ട് എല്ലാം ആകുന്ന വിധത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിന്ന് ബട്ടർ പേപ്പറൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ടാപ്പ് എയർ ബബിൾസൊക്കെ പോകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഷേപ്പുള്ള നല്ല കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഒരു നല്ല തിക്കായിട്ടുള്ളൊരു പാത്രം എടുത്തിട്ട് അത് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ചൂടാക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു പ്ലേറ്റ് പോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ കേക്ക് ടിൻ വെച്ചിട്ട് നമുക്കിത് കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. 30 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ട് ഇപ്പോൾ കുറച്ച് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ നട്ട്സും ഈ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് വീണ്ടും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ബേക്ക് ചെയ്യുമ്പോൾ അടിയിലേക്ക് പോകും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിറയെ നട്ട്സും ഒക്കെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ 30-35 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയപ്പോൾ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടുന്നില്ല. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം ഓരോ ഇതിനനുസരിച്ച് വ്യത്യാസം വരും. 30 മുതൽ 40 മിനിറ്റ് വരെ ആവും സാധാരണയായിട്ട്. നല്ലപോലെ തണുക്കാനായിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗൊന്നും ചേർക്കാത്ത നല്ലൊരു പ്ലം കേക്ക് റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.